സുരേഷ് ഗോപി തൃശ്ശൂരിൽ വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്, ഏകദേശം 76,000 വോട്ടിന്. അപ്പോൾ ഇന്നലെ സുരേഷ് ഗോപി തന്നെ പറഞ്ഞു, ഇത് BJP വോട്ടിലല്ല ജയിച്ചിരിക്കുന്നത്, അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. BJPക്ക് ഈ പറയുന്ന വോട്ടൊന്നും അവിടെ ഇല്ല. പല മണ്ഡലങ്ങളിലും, അതായത് ഇരിങ്ങാലക്കുട, അങ്ങനെ പല മണ്ഡലങ്ങളിലും BJP നല്ല രീതിയിൽ സ്കോർ ചെയ്തു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. പല നിയമസഭാ സെഗ്മെൻറ്റിലും BJP വിജയിച്ചു. ഇനി നമ്മളതിൻ്റെ ഈ പൊളിറ്റിക്കൽ അരിത്തമെറ്റിക്, അതിൻ്റെ കാൽക്കുലേഷനും കെമിസ്ട്രിയും ഒക്കെ ചെറിയ രീതിയിൽ പറയാം. തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് MLA പോലും ജയിക്കാത്ത ഒരു ജില്ലയാണ്, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണിത്. അതായത് കോൺഗ്രസ്സിന് അവിടെ ഒരു MLA ഇന്ന് നിലവിലില്ല. അതാദ്യം മനസ്സിലാക്കണം. പിന്നീട് അവിടെ ഇടതുപക്ഷം CPM CPI അവരുടെ ഒരു വലിയ കോട്ട തന്നെയാണ് തൃശ്ശൂർ എന്ന് പറയുന്ന ഈ സ്ഥലം. ഗുരുവായൂരപ്പൻ, തൃശ്ശൂർ പൂരം, ഇതിൻ്റെയൊക്കെ നാടാണ്. അപ്പം അവിടെ ട്രഡീഷണലായിട്ട് ഒരു BJP വോട്ടുണ്ട്. ആ വോട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി നിന്നപ്പം ചെറിയ രീതിയിൽ കൂടി, പക്ഷേ ഒരു ജയിക്കാൻ പറ്റിയ ഒരു ഭൂരിപക്ഷത്തിലോട്ടും വോട്ടിങ്ങിൻ്റെ പാറ്റേണിലോട്ടും പോകുവാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അത് കഴിയുകയില്ല. കാരണം ഇത് BJP വോട്ട് കൊണ്ട് മാത്രമല്ല സുരേഷ് ഗോപി ഇത്രയും ഭൂരിപക്ഷത്തിന് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സുരേഷ് ഗോപി അവിടെ 5 വർഷം നിന്ന് ഇലക്ഷന് തോറ്റ ശേഷം ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ആ ജില്ലയിലും നിന്ന് പ്രവർത്തിച്ചു. ആ പ്രവർത്തനം എന്ന് പറയുന്നത് BJPക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ BJP കേരളത്തിലുള്ള നാഷണലി പറയുന്ന ചില അജണ്ടകളുണ്ട്, ഹിന്ദുത്വ അജണ്ട. ഈ അജണ്ടകളൊക്കെ മാറ്റി നിർത്തിയിട്ട് സുരേഷ് ഗോപി സാധാരണ എല്ലാ ആളുകളുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെന്നു. അവിടെ ക്രൈസ്തവരുടെ ഇടയിൽ പോയി, അവിടെ പള്ളികളിൽ പോയി, ഇസ്ലാമിക വിശ്വാസികൾ അവിടെ പോയി. അപ്പം സുരേഷ് ഗോപിക്ക് അങ്ങനെയുള്ള ഒരു ഹഡിൽസ് ഒന്നുമില്ല. അതായത് കോമൺ ആയിട്ടുള്ള ഒരു BJP പ്രവർത്തകനും നേതാക്കന്മാർക്കുമുള്ള ചില പ്രശ്നങ്ങളുണ്ട്, ചിലയിടത്ത് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും സുരേഷ് ഗോപിക്കില്ല. പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു ട്രഡീഷണലായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ രീതിയിൽ നിന്ന് വളർന്നു വന്ന ആളുമല്ല. ആലപ്പുഴയിൽ ജനിച്ച് കൊല്ലത്ത് വളർന്ന് ഇൻഫൻറ്റ് ജീസസ് സ്കൂളിലാണ് സുരേഷ് ഗോപി പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ബന്ധമെന്ന് പറയും, ഇതാണ് ബേസിക്കലി കേരളത്തിലെ ഒരു പൊളിറ്റീഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഘടകം. അവിടെയാണ് സുരേഷ് ഗോപി വലിയ സക്സസ് ആയി മാറിയത്. അതായത് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളുടെ അടുത്തേക്ക് പോയി. അതിനെ പല മീഡിയയും ട്രോളും സോഷ്യൽ മീഡിയയിലൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഇതൊന്നും പുള്ളിക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അജണ്ട വളരെ ക്ലിയർ ആയിരുന്നു. അദ്ദേഹം ജനങ്ങളെ സേവിക്കുകയാണെങ്കിൽ എല്ലാവരും ഇൻക്ലൂസീവായിരിക്കും, എല്ലാവരെയും കൂടെ അതിനകത്ത് ആ പാറ്റേണിൻ്റെ അകത്ത് ആ ഒരു റിങ്ങിനകത്തോട്ട് കൊണ്ടുവരുന്നു. അതിനകത്ത് യാതൊരു മതവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരെയും ഒരേപോലെ കാണുന്നു. ഇവിടെയാണ് പ്രധാനപ്പെട്ട രീതിയിൽ സുരേഷ് ഗോപി ക്ലിക്കായത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ്, സുരേഷ് ഗോപിക്ക് അവിടുത്തെ ക്രൈസ്തവർ നല്ല രീതിയിൽ വോട്ട് ചെയ്തു. അത് ഞാൻ ആദ്യമേ പറഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞു, സുരേഷ് ഗോപിക്ക് ഏകദേശം 1,00,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് കുറവുണ്ടായത് ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം കൺസോളിഡേഷൻ വോട്ട്സ്. കാരണം പലയിടത്തുള്ള പല മുസ്ലിങ്ങളും ഈ ഒരു ദിവസം വോട്ട് ചെയ്യുന്ന ദിവസം വന്ന് എങ്ങനെയെങ്കിലും അവിടെ BJP ജയിക്കരുത് എന്നും പറഞ്ഞ് വന്ന ഒരു കൺസോളിഡേഷൻ വോട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിലുണ്ടായി. ഗുരുവായൂരാണെങ്കിലും ചാവക്കാടാണെങ്കിലും ആ പ്രദേശങ്ങളിലൊക്കെ അത് വളരെ വിസിബിളാണ് ഈ സംഭവം. അപ്പോൾ അവർ വന്ന് ഈ വോട്ട് ചെയ്തപ്പോഴാണ് സുരേഷ് ഗോപി ഈ 1,00,000 എന്ന് ഞാൻ പറഞ്ഞിരുന്ന വോട്ട് അത് 76,000 ആയി എന്നതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ഇനി മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, സുരേഷ് ഗോപി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്, തൃശ്ശൂരുകാർ അധികവും കച്ചവടക്കാരന്മാരാണ്, അവർക്കൊക്കെ അറിയാവുന്ന വസ്തുതയാണ്,
ഏതായാലും നരേന്ദ്രമോദി ആയിരിക്കും അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാൻഡിഡേറ്റായിട്ട് സുരേഷ് ഗോപിയെ അവതരിപ്പിക്കുന്നു. മകളുടെ കല്യാണത്തിന് വരുന്നു, അവിടെ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് വരുന്നു. അപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് പിടികിട്ടി. ഇപ്പോൾ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രി, ഒരു മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റോ ഉണ്ടാകും. അത് തൃശ്ശൂരിന് വലിയൊരു അഡ്വാൻറ്റേജായി മാറും. ഇതാണ് അടുത്തൊരു ഫാക്ടർ. കാരണം ഒരു മന്ത്രി വരികയാണ്, ആ മന്ത്രി വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് BJPക്ക് എങ്ങനെ കേരളത്തിൽ നിന്ന് മന്ത്രിമാരുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അത് സുരേഷ് ഗോപി ആണെങ്കിൽ തൃശ്ശൂരിൻ്റെ രൂപം മാറും. ഇതൊരു ഫാക്ടറാണ്. കാരണം അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം തൃശ്ശൂർ മാറിയേ മതിയാകുകയുള്ളൂ. ഇത്രയും നാൾ അവിടെ കേന്ദ്രമന്ത്രിമാരൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന മുരളീധരൻ ജയിച്ചാലും പ്രതാപൻ ജയിച്ചാലും സുനിൽകുമാർ ജയിച്ചാലും പാർലമെൻറ്റിൻ്റെ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഓരോ MP ആയിരിക്കും. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ഈ പറയുമ്പോൾ പല കാര്യം നമ്മൾ ഈ പറയുമ്പോഴും വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങൾക്കറിയാം ഇവരൊക്കെ ആരാണ്. മുരളീധരൻ എന്ത് കഴിവുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പ്രതാപൻ ആയിരുന്നു പ്രതാപൻ എന്ത് കഴിവുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ പല കോമ്പിനേഷൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്ത് ജയിക്കുന്ന UDF LDF എന്ന രീതിയാണെന്ന് എല്ലാവർക്കും. പിന്നെ സുനിൽകുമാർ ജയിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ പാർലമെൻറ്റിൽ ബാക്ക് ബെഞ്ചറായിരിക്കും. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സുരേഷ് ഗോപിക്ക് അവിടെ ഡെലിവറി ചെയ്യാൻ പറ്റും. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ അത് നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അതായത് 2019 ഇലക്ഷനിൽ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ, അതായത് കൊച്ചിൻ മെട്രോ തൃശ്ശൂർ വരെ നീട്ടും. ചിലപ്പോൾ അത് സംഭവിക്കും. അതായത് കൊച്ചിൻ മെട്രോ ഇപ്പോൾ ഉള്ളത് ആലുവ വരെയാണ്. അത് തൃശ്ശൂർ വരെ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റാണ് ഈ ഫണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് അത് ഉണ്ടാവുകയാണെങ്കിൽ ആ ഭാഗം മുഴുവനും അങ്ങ് തെളിയുകയാണ്. പിന്നെ സുരേഷ് ഗോപി പറഞ്ഞ ഏകദേശം 200 കോടിയുടെ പാക്കേജ് തൃശ്ശൂരിനെ ഫേസ് ലിഫ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഉണ്ടാക്കും. അപ്പോൾ 200 കോടി രൂപയുടെ പാക്കേജ് തൃശ്ശൂരിലോട്ട് വരുമ്പോൾ തൃശ്ശൂരിലുണ്ടാകാൻ പോകുന്ന അടിസ്ഥാന സൗകര്യ പല മാറ്റങ്ങൾ അത് ഉറപ്പായിട്ടും കൊച്ചി നഗരവുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലായിരിക്കും പോകുന്നത്. അവിടെ ബിസിനസ് കൂടും, മറ്റുള്ള ആക്ടിവിറ്റീസ് കൂടും, നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും. അപ്പം ആ ഒരു ചേഞ്ചസ് ജനങ്ങൾക്ക് നേരിൽ കാണാം. കാരണം ഉണ്ടാകാനുള്ള സാധ്യത സുരേഷ് ഗോപി ജയിച്ചാൽ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള സംഭവമായി. ഇതിലൊക്കെയാണ് അച്ചായന്മാരും ക്രൈസ്തവരും കൊണ്ട് വോട്ട് ചെയ്തത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ മോദി എന്നൊരു ഫാക്ടറുണ്ട്. ആ മോദി ഫാക്ടറാണ് കേരളത്തിൽ BJPക്ക് ഇത്രയും വോട്ട് ഷെയർ കൂടാനുണ്ടായ കാരണം. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പം എങ്ങനെയൊക്കെയാണത് വർക്കൗട്ട് ചെയ്തൊരു കാര്യം അവസാനം പറഞ്ഞു വരുന്നൊരു പോയിൻ്റ് ഉണ്ട്. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ വോട്ട് ശരിക്കും ചോർന്നു. അതേപോലെ തന്നെ CPM ഇടതുപക്ഷ പാർട്ടികൾ ഒന്നുമല്ലാതായി മാറി തൃശ്ശൂരിൽ. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തൃശ്ശൂർ തന്നെ 3-4 സീറ്റുകൾ 2026 ഇലക്ഷൻ അസംബ്ലി ഇലക്ഷനിൽ BJP നേടും. അതാണ് ഇനി ജനങ്ങൾ നോക്കാൻ പോകുന്നത്. ഏത് രീതിയിലായിരിക്കും സുരേഷ് ഗോപി അവിടെ പെർഫോം ചെയ്യുന്നതും ഏത് രീതിയിലുള്ള ഡെലിവറിയാണ് അവിടെ നടക്കുന്നത് അതിനെ ആസ്പദമാക്കിയായിരിക്കും മുന്നോട്ടുള്ള പോക്ക് കേരളത്തിൽ പോലും BJPയുടെ ഭാവി നിർണ്ണയിക്കുന്നത്.